Good morning. Good morning, ma'am. Good morning, ma'am. Morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് വരെയാണോ പറഞ്ഞത്? ആണോ? ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലേ? അപ്പോ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. തുടക്കം മുതൽ തന്നെ നമുക്ക് ഒന്നും കൂടി നോക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാല് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്താ പറയാ, വർക്ക്ഷീറ്റുകള്, അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, അതുപോലെ ലേഔട്ടുകള്, അതുപോലെ തന്നെ എന്താ പറയാ കാൽക്കുലേഷൻസ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് നമുക്ക് സം കാണാനായിട്ട് കഴിയും അല്ലെ. അതായത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം, സം കാണാം, ഓട്ടോ സം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സം കാണാം, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സം കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഓപ്ഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലില് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ഓട്ടോസമ്മിന്റെ ഫീച്ചറെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ഡാറ്റ വിഷ്വലൈസേഷൻ. Excel provides strong charting tools that permits users to put forward data visually through different types of charts, graphs, and pivot tables. This makes it easier to explain and communicate complex data patterns, ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ പറയാ ചാർട്ടുകള്, അതുപോലെ തന്നെ ഗ്രാഫുകള്, അതുപോലെ തന്നെ പൈവറ്റ് ടേബിൾസ്, ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തരുന്നുണ്ട്. പൈവറ്റ് ടേബിൾസ് എന്ന് പറഞ്ഞാല് ഡാറ്റയെ സമ്മറൈസ് ചെയ്യുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡാറ്റയാണ് പൈവറ്റ് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് 2-3 ടേബിൾ ഉണ്ടെങ്കിൽ, ഒരു ടേബിൾ മാത്രമല്ല, ഒരു 3-4 ടേബിൾ ഉണ്ടെങ്കിൽ അതിനെ മൊത്തം ഓർഗനൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, പൈവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഞാനത് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം പിക്ചർ കാണിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു അത്. 2-3 രീതിയിലുള്ള ടേബിൾസിനെ ഓർഗനൈസ് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നതാണ് എന്ത്, പൈവറ്റ് ടേബിൾ. അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയാ അവൈലബിലിറ്റി എവിടെ ലഭ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എക്സലിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ. ചാർട്ടുകൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാഫുകള്, പൈവറ്റ് ടേബിൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേഷൻസും മറ്റും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡാറ്റ വിഷ്വലൈസേഷൻ ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഡാറ്റ മാനേജ്മെന്റ് ആണ്. Excel lets users efficiently manage and manipulate large volumes of data. It offers features such as sorting, filtering data, validation, data consolidation, and data import-export, making users able to organize and utilize data effectively. അതുപോലെ തന്നെ ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ, അതായത് വളരെ കൂടിയ അളവിലുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, സോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡാറ്റ വാലിഡേഷൻ, ഡാറ്റ കൺസോളിഡേഷൻ എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഡാറ്റാസ് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, സ്പ്രെഡ്ഷീറ്റിൽ എന്ത് ചെയ്യാം, ധാരാളം കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അത് സോൾവ് ചെയ്യാം. അത്തരത്തിലുള്ള ഫെസിലിറ്റീസും എക്സൽ പ്രൊവൈഡ് ചെയ്യും. അടുത്തതാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. Excel is extensively used in financial analysis and modeling. It offers specialized functions for financial calculations like NPV, net present value, IRR, internal rate return, and financial forecasting. It is widely used in budgeting, financial planning, and investment analysis.
ഓക്കെ, അതായത് എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സാമ്പത്തിക വിശകലനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് സ്പ്രെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ എക്സലിൽ ഉപയോഗിക്കുന്ന 2 കാൽക്കുലേഷൻസ് ആണ്. ഒന്ന് NPV, കാൽക്കുലേഷൻസിന്റെ പേരുകളാണ് കേട്ടോ. നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ. ഇത് രണ്ടും 2 തരത്തിലുള്ള കാൽക്കുലേഷൻ മെത്തേഡുകളാണ്. ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സലിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ടുള്ള ഡാറ്റാസ് ഇവാലുവേറ്റ് ചെയ്യുക. എന്തിനൊക്കെയാണ് ഈ 2 കാൽക്കുലേഷൻസ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബഡ്ജറ്റ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ 2 കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. In short, Microsoft Excel is a multifaceted and widely used spreadsheet software that facilitates data management, analysis, and visualization. Its wide features, formulas, and functions make it an invaluable tool for business, finance professionals, analysts, researchers, and individuals who work with the data. അപ്പോ ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ധാരാളം വിധം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഡാറ്റ മാനേജ്മെന്റ് ചെയ്യുന്നു, അതുപോലെ വിശകലനങ്ങൾ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ഇതിന്റെ വൈഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതുപോലെ ഇതിന്റെ ഫോർമുലാസ്, ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ എന്താണ്, ബിസിനസ് രംഗത്തുള്ളവർക്കും ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് അതായത് സാമ്പത്തിക വിദഗ്ധർക്കും അതുപോലെ അനലിസ്റ്റുകൾക്കും റിസർച്ചേഴ്സിനും ഒക്കെ എന്താണ് സഹായകരമാകുന്നുണ്ട്. അപ്പൊ അവരുടെ ഇപ്പൊ ഫിനാൻഷ്യൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അഥവാ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. MS എക്സലിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷൻ ഒക്കെ നടത്തുന്നത് കണ്ടോ, കുറേയധികം കാര്യങ്ങൾ കണ്ടോ. ഓരോ ഇതിനെ നമ്മൾ സെല്ല് എന്നാണ് കേട്ടോ വിളിക്കാം. സെല്ല് എന്നാണ് ഇതിനകത്ത് വിളിക്കാം മൈക്രോസോഫ്റ്റ് എക്സലില് കേട്ടോ. സെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസും മറ്റുമൊക്കെ നടത്തുക. ഇനി അടുത്തത് പറയാനുള്ളത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ ആണ്. ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. MS Excel offers strong tools for controlling and analyzing vast amounts of data, hospital records, patient information, financial data, and inventory management can all be efficiently planned and stored in Excel spreadsheets. The software functionalities like sorting, filtering, and data validation makes us able to effectively find and analyze data, providing valuable insights for decision making and resource allocation. Okay, ഇവിടെ പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നതെന്നാണ്. അതിനകത്ത് ആദ്യത്തേതാണ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. MS Excel ലാർജ് എമൗണ്ടിലുള്ള ഡാറ്റ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അതായത് എക്സലിൽ ചെയ്യുന്ന ആ ഒരു എക്സലിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ അതിനകത്ത് വരുന്ന ഡാറ്റാസ് കൺട്രോൾ ചെയ്യുന്നത് MS Excel ആണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ, പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയെല്ലാം എഫിഷ്യന്റ് ആയി പ്ലാൻ ചെയ്യാനും എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ സൂക്ഷിക്കാനും കഴിയും. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്ന ഒന്നും കൂടി ഞാൻ പറയാം. MS Excel ലാർജ് എമൗണ്ടിലുള്ള ഡാറ്റ കൺട്രോൾ ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, ഫിനാൻഷ്യൽ ഡാറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയെല്ലാം എഫിഷ്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനും എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ സൂക്ഷിക്കാനും കഴിയും. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള അതായത് സോർട്ടിങ്, ഫിൽട്ടറിങ്, ഡാറ്റ വാലിഡേഷൻ മുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. Excel can be put in use to create appointment schedule,
track patient appointments and organize doctor schedules. അതായത് എക്സൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നീട്, അതായത് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനും കൂടി എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾസും ഓർഗനൈസ് ചെയ്യാൻ എക്സൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ, അതുപോലെ പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ, ദെൻ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളുകൾ ഓർഗനൈസ് ചെയ്യാനൊക്കെ എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, budgeting and financial analysis. Excel's calculation features and formulas make it a typical tool for budgeting and financial analysis in a hospital setting. By forming spreadsheets for budget planning, expense tracking, revenue projections, and cost analysis, we can better handle finances, identify areas of improvement. എന്തുപറ്റി തൊയ്യബ? ചാപ്റ്ററിന്റെ നെയിമോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. തൊയ്യബ് ഇത്ര നാൾ ഉണ്ടായിരുന്നില്ലേ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി ഞാൻ വായിക്കാം. ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. എക്സൽസ് കാൽക്കുലേഷൻ ഫീച്ചർ ആൻഡ് ഫോർമുലാസ് മേക്ക് ഇറ്റ് എ ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. By forming spreadsheet for budget planning, expense tracking, revenue projection, and cost analysis, we can better handle finances, identify areas of improvement, and make informed financial decisions. അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിനും ഫിനാൻഷ്യൽ അനാലിസിസിനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം. എക്സ്പെൻസുകൾ, ചെലവുകൾ, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ചെലവുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. റവന്യൂ പ്രൊജക്ഷൻ, ഏതൊക്കെ രീതിയിലാണ് ഹോസ്പിറ്റലിൽ റവന്യൂ വരുന്നത്, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്പ്രെഡ്ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ്. Excel can be used to find and manage inventory, which includes medical supplies, equipment, and pharmaceuticals. By keeping correct records of stock levels, expiry dates, and reordering thresholds, we can avoid scarcity or overstocking, optimize inventory turnover, and reduce the cost. അതുപോലെ തന്നെ എക്സൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ്, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ ബേസിക്കലി പഠിച്ചതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ. അതായത് ഇൻവെന്ററി മാനേജർ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ സ്റ്റോക്കുകൾ, അതായത് മരുന്നുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അത് ഡോക്ടേഴ്സിന് അയക്കും. നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഈ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട്, അതായത് മെഡിക്കൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ കറക്റ്റ് റെക്കോർഡ്സ്, അതിന്റെ സ്റ്റോക്ക് ലെവലുകൾ എത്രയാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണ്, അതുപോലെ വീണ്ടും ഓർഡർ ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ലെവലുകളും എക്സ്പയറി ഡേറ്റുകളും മറ്റുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്, അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൽ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യാം എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ. ക്ലിയർ ആയി? ഓക്കെ ആണോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ,
ഇനി അടുത്തത് ഇന്റർനെറ്റ് ആണ് കേട്ടോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ചും കൂടി അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അധികം ടഫ് ഒന്നും ഉണ്ടാവില്ല, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഏരിയ. ഓക്കെ, ഇന്റർനെറ്റ്. Communicating through the internet has revolutionized the people's way to connect and interact globally. It has opened up a multitude of meeting places for quick and convenient communication. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് അല്ലെ? അതായത് ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ഉപാധി കൂടിയാണ് എന്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ആളുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മള് സമയമോ അല്ലെങ്കിൽ ദൂരമോ ഒന്നും നോക്കാതെ തന്നെ ആളുകൾക്ക് എത്ര അകലെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും കോൺവെർസേഷൻസ് നടത്താൻ കഴിയുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഇമെയിലിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഇന്റർനെറ്റിന്റെ പലതരം ഇതാണ് താഴെ പറയുന്നത് കേട്ടോ. പലതരം പോയിന്റ്സ് ഇന്റർനെറ്റിൽ വരുന്നത്. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളിൽ ആദ്യത്തേതാണ് ഇമെയിൽ. Email is one of the most massively used methods of internet communication. It permits users to send and receive messages, documents, and multimedia content rapidly and securely. Email provides a flexible and asynchronous mode of communication, permitting individuals and business to communicate effectively across different time zones. Okay. അതായത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇമെയിൽ വഴിയാണ് അല്ലെങ്കിൽ ഇമെയിൽ ആണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല്. നിങ്ങൾ മെയിലൊക്കെ അയക്കാറുണ്ടല്ലോ അല്ലെ? മെയിലുകൾ നിങ്ങൾ സെൻഡ് ചെയ്യാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട് അല്ലെ? ചെയ്യാറുണ്ടോ? മെയിലുകൾ അയക്കാറില്ലേ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇമെയിൽ ആണ് ഇന്റർനെറ്റ് സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇമെയിൽസ് വഴി നമുക്ക് ഡോക്യുമെന്റ്സുകള്, വീഡിയോസ്, അതുപോലെ ഇമേജസ്, ഓഡിയോസ് എന്നിവ വേഗത്തിലും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് അയക്കാനും സ്വീകരിക്കാനും കഴിയും. അപ്പൊ ഇമെയിലിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡോക്യുമെന്റ്സുകൾ അയക്കാം, സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം, വീഡിയോസ്, ഇമേജസ്, ഓഡിയോസ് ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത കോണ്ടിനെന്റ്സിൽ ഇരുന്നു കൊണ്ട് എഫക്റ്റീവായിട്ട് സിൻക്രോണമസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. സിൻക്രോണസ് എന്ന് കൊടുത്തിട്ടില്ലേ? അത് എഫക്റ്റീവ് എന്നാണ് കേട്ടോ, കാര്യക്ഷമമായ. ഓക്കെ, അപ്പോ ആളുകൾക്ക് നമ്മൾ കോണ്ടിനെന്റ്സ് ഒന്നും നോക്കണ്ട, ഭൂഖണ്ഡങ്ങൾ അതായത് രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഭൂഖണ്ഡങ്ങളോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യങ്ങളില്ല. എന്താ പറയാ, എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് വ്യക്തികളെയും ബിസിനസ്സുകാരെയും അനുവദിക്കും ഇമെയിൽ കേട്ടോ. അപ്പോ സ്ഥലഭേദമോ അല്ലെങ്കിൽ സമയമോ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഏത് സ്ഥലത്തിരുന്നു കൊണ്ടായാലും എത്ര അകലെ ഇരുന്നു കൊണ്ടായാലും നമുക്ക് ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫയൽ റിസീവിംഗ് ആൻഡ് സെൻഡ് എന്തിൽ വരുന്നതാണ്? ഇമെയിലിൽ വരുന്നതാണ്. ഓക്കെ, ഇമെയിൽ ക്ലിയർ ആണോ? Then അടുത്തത് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് make individuals and business able to have real-time audio and video conversations. അതായത് സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് വീഡിയോ കോൾ സർവീസസ് വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും ലൈവ് കോൺവെർസേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ വോയിസ് ആൻഡ് വീഡിയോ കോൾസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ആയിട്ടുള്ള സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത സൗകര്യങ്ങള് പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ഒരു എന്താ പറയാ ആളുകൾക്ക് പരസ്പരം ലൈവ് കോൺവെർസേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്കൈപ്പ്, സൂം അതുപോലെ മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള സൗകര്യങ്ങൾ കേട്ടോ. ഇത് ലൈവ് കോൺവെർസേഷൻ നടത്താനാണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യൽ മീഡിയ. Social media platforms such as Facebook, Twitter, Instagram, and LinkedIn have changed the way people communicate and share information online. These platforms offer a vast range of communication tools, which includes status updates, comments, such as direct messaging and video sharing. Social media makes individuals and business able to connect, collaborate, and engage with a broader audience. സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ് അടുത്തിവിടെ പറയുന്നത്. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ? ഏതൊക്കെയാണ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. ഏതൊക്കെയാണ് നമ്മുടെ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട് അല്ലേ? പിന്നെ ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഫേമസ് ആയിട്ടുള്ള ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, പിന്നെ ലിങ്ക്ഡിൻ അതുപോലുള്ള പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ നടത്താം, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം അല്ലെ? നമ്മളിപ്പോ ഒരാളെ നമ്മളെ വിളിക്കാനായിട്ട് കൂട്ടാക്കണം എന്നില്ല അല്ലെ? ആൾക്ക് മെസ്സേജ് അയക്കാനേ നമ്മൾ നോക്കുള്ളൂ. വോയിസ് ക്ലിപ്പുകളായിട്ടും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടൊക്കെ നമ്മൾ അയക്കാനായിട്ട് നോക്കുള്ളൂ. ആളുകളെ വിളിക്കാനൊന്നും നമ്മളിപ്പോ മെനക്കെടുന്നൊരു കാലഘട്ടമല്ല ഇത്. എല്ലാവർക്കും മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആളുകളൊക്കെ ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള ലോകത്താണ് അല്ലെ? അപ്പൊ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ഇത് ഓൺലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെ? കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഓൺലൈൻ ആയിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ധാരാളം ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതിൽ തന്നെ വരുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകൾ, നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ്സ് ചെയ്യാം ഈ പ്ലാറ്റ്ഫോംസിലൂടെ. ഡയറക്റ്റ് മെസ്സേജിങ് നടത്താം, വീഡിയോ ഷെയറിംഗ് നടത്താം, അതുപോലെ തന്നെ നമ്മുടെ കമന്റുകൾ രേഖപ്പെടുത്താം. ഇതൊക്കെ എന്താണ്? ഈ ഒരു സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ഇപ്പൊ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജിങ്, വീഡിയോ ഷെയറിംഗ്, അതുപോലെ കമന്റുകൾ ഇടുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭ്യമാകും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വ്യക്തികളെ, അതായത് ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ ബിസിനസ്സുകാരെയും കൂടുതൽ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജിങ് മറ്റുമൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ആളുകളൊന്നും ഇപ്പോ വിളിക്കാനോ അല്ലെങ്കിൽ ഒരു കത്തയക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മീഡിയ വഴിയാണ് എന്ത് ചെയ്യുക? ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുക, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ബിസിനസ്സുകാർക്കായാലും വ്യക്തികൾക്കായാലും ഇത് ഉപകാരപ്രദമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇമെയിൽ പറഞ്ഞു, വോയിസ് ആൻഡ് വീഡിയോ കോൾസ് പറഞ്ഞു, സോഷ്യൽ മീഡിയ പറഞ്ഞു. അതിനകത്ത് വോയിസ് ആൻഡ് വീഡിയോ കോൾസിൽ എന്ത് ചെയ്യാ? നിങ്ങള് ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം, അത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തതിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നതാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്. സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് അണ്ടർലൈൻ ചെയ്യുക. കമന്റ്സ്, such as direct messaging, video sharing വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? ഇമെയിൽ, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ ക്ലിയർ ആണോ?
Then അടുത്തത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ് ആൻഡ് OneDrive makes users able to share and collaborate on documents, images, and other files. Cloud storage services provide a convenient and secure way to store access files from anywhere, fostering seamless communication and collaboration. Okay. അതായത് ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്നാ പറയുന്നത്. അതായത് ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ്, OneDrive തുടങ്ങിയ ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകൾ ഡോക്യുമെന്റുകള്, ഇമേജുകള്, മറ്റു ഫയലുകൾ എന്നിവ ഷെയർ ചെയ്യാൻ യൂസേഴ്സിനെ അനുവദിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിലൂടെയും ഡ്രോപ്പ് ബോക്സിലൂടെയും OneDriveലൂടെയും എന്ത് ചെയ്യാം, ഈ ഒരു ഫയലുകൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ ഫയലുകളാ വരുന്നത്, ഡോക്യുമെന്റ്സ് വരാം, ഇമേജസ് വരാം, മറ്റു ഫയലുകളൊക്കെ പാസ് ചെയ്യാനായിട്ട് ഈ ഒരു സൗകര്യം നമുക്ക് ഒരുക്കുന്നുണ്ട്. പിന്നെ തടസ്സങ്ങളില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും എവിടെ നിന്ന് ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പോ തടസ്സങ്ങളില്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ആളുകൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫയൽ സ്റ്റോർ ചെയ്യാനും ഫയൽ ആക്സസ് ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. എന്താണ് ഗൂഗിൾ ഡ്രൈവ് എന്നൊന്ന് എഴുതുക നിങ്ങൾ. ഗൂഗിൾ ഡ്രൈവ് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. ഇനി അടുത്തത് ഡ്രോപ്പ് ബോക്സ് ആണ് കേട്ടോ. ഡ്രോപ്പ് ബോക്സ് ആണ് പറയുന്നേ. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫോൾഡറുകളും ഫയലുകളും സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും അനുവദിക്കുന്നു. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകളും ഫോൾഡറുകളും സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും അനുവദിക്കുന്നു. അതാണ് ഡ്രോപ്പ് ബോക്സ്. ഇനി OneDrive എന്താണെന്ന് നോക്കാം. OneDriveൽ ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ഫയൽ സ്റ്റോർ ആൻഡ് ആക്സസ് ആണ് വരുന്നത് കേട്ടോ എല്ലാത്തിലും. OneDriveല് ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും. ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും.
ഓക്കെ. എല്ലാരും എഴുതിയോ? അഞ്ചാമത്തെ പോയിന്റ് ആണ് വെബ് ബ്രൗസേഴ്സ് അല്ല സോറി വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. Internet communication permits for the hosting of webinar and online presentations where speakers can give out content and interact with the participants in real time. Platforms such as GoToWebinar and WebEx facilitate interactive online events which enables knowledge sharing, training session, and product demonstration. Overall, communicating through the internet offers a range of effective, convenient, and dynamic methods to link with others, share information, and collaborate across distances. The internet has brought people closer together, promoting global connectivity and breaking down barriers of time and location. ഇവിടെ പറയുന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വെബിനാറുകളും അതുപോലെ തന്നെ ഓൺലൈൻ പ്രസന്റേഷൻസിനൊക്കെ സഹായിക്കുന്നുണ്ട്. വെബിനാറുകളൊക്കെ നടത്താറുണ്ട് അല്ലെ, പല ആളുകൾ വെബിനാർസും അതുപോലെ തന്നെ ഓൺലൈൻ പ്രസന്റേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്പീക്കേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങൾ പാർട്ടിസിപ്പൻസിനോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ഇവന്റ്സ് ഒക്കെ പങ്കുവെക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വെബിനാർസും അതുപോലെ തന്നെ പ്രസന്റേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ നടത്തുമ്പോൾ ആളുകൾക്ക് നോളജ് ഷെയറിങ്ങിനും അതുപോലെ തന്നെ ട്രെയിനിങ് സെഷൻസിനും അതുപോലെ പ്രൊഡക്റ്റുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓവറോൾ കൂടി പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഇത് നമുക്ക് ഇൻഫോർമേഷൻസ് ഇതിലൂടെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അതായത് ഡിസ്റ്റൻസിനൊക്കെ എന്താ പറയാ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അകലം ഒരു എന്താ പറയാ ഒരു ഫാക്ടർ ആയിട്ട് ഇവിടെ പറയാതെ എത്ര അകലെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ എന്തോരം കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ആളുകളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കാനും അവരുടെ ഗ്ലോബൽ കണക്ടിവിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ലൊക്കേഷൻസിനൊക്കെ മാറ്റിക്കൊണ്ട് ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇന്റർനെറ്റിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇന്റർനെറ്റ് ആണ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് പോവാലോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെബ് ബ്രൗസേഴ്സ് ഒന്ന് റീഡ് ചെയ്യാം, 4 പോയിന്റുകൾ ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ എന്താണ് വെബ് ബ്രൗസേഴ്സ് എന്ന് അല്ലെ. Web browsers are software applications that make users able to evaluate and navigate the world wide web. They provide a graphical user interface for individuals to interact with the websites, search for information, and consume online content. Examples are Google Chrome, Mozilla Firefox. Here are some important user പോയിന്റ്സ് അബൌട്ട് വെബ് ബ്രൗസേഴ്സ്. അപ്പൊ എന്താണ് വെബ് ബ്രൗസറുകൾ എന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറുകളും മൊബൈലുകളും ഉപയോഗിച്ച് ഇൻഫോർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് ഇൻഫോർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ത് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ട് ചില ഇൻഫോർമേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളെ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ത് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഈ വെബ് ബ്രൗസർ വഴി നമുക്ക് എന്ത് ചെയ്യാം? വേൾഡ് വൈഡ് വെബ്, അതായത് WWW നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് ഗൂഗിൾ ക്രോം അല്ലെ. നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് സെർച്ച് ചെയ്യാറുണ്ടോ? പബ്ലിക് വെബ്സൈറ്റുകള്, ഇൻഫോർമേഷൻസ് ഒക്കെ സെർച്ച് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ആരും സെർച്ച് ചെയ്യാറില്ലേ? ഗൂഗിൾ ക്രോമിൽ ആരും പോയി സെർച്ച് ചെയ്യാറുണ്ട്? അപ്പോ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള വിവരങ്ങള്, പലതരം വെബ്സൈറ്റുകളൊക്കെ ഇതിലൂടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യുന്നത് വെബ് ബ്രൗസേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഗൂഗിൾ ക്രോം ഉണ്ട്, അതുപോലെ തന്നെ മൊസില്ല ഫയർഫോക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസറുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദെൻ ഇതിന്റെ ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് ആണ്. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആസ്പെക്ട്സ് ലൈക്ക് അഡ്രസ് ബാർസ്, bookmarks, and navigation buttons. They permit users to get into website addresses, URLs, or search queries and exhibit the requested web pages in a visually appealing format. അതായത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനൊരു അഡ്രസ് ഉണ്ടാകും. അത് വെബ് ബ്രൗസറിന് മുകളിലായി അഡ്രസ് ചെയ്യും. നമ്മൾ വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ ബുക്ക് മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ ഗൂഗിൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അഡ്രസ് ബാറുകളും ബുക്ക് മാർക്കുകളും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രോം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്താൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് അഡ്രസ് ബാറുകൾ ഉണ്ട്, ബുക്ക് മാർക്കുകൾ ഉണ്ട്. ബുക്ക് മാർക്കിലൂടെ നമ്മൾ ഒരൊറ്റ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാവിഗേഷൻ ബട്ടൺസ്, ഇതൊക്കെ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. പിന്നെ ഇതിന്റെ അഡ്രസ്സിന്റെ പേര്, അഡ്രസ് ബാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, URL എന്നാണ് കേട്ടോ അതിന്റെ പേര്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഡ്രസ് ആണ്. വെബ് ബ്രൗസറിന്റെ അഡ്രസ് ആണ്, ജനറൽ ഉള്ള അഡ്രസ് ആണ് എന്ത് URL എന്ന് പറയുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഇതൊരു യൂസർ ഇന്റർഫേസ് ആണെന്ന് പറയുന്നത്. ഇതിനകത്ത് പല സൗകര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ്? അഡ്രസ് ബാറുകൾ ഉണ്ട്, ബുക്ക് മാർക്കുകൾ ഉണ്ട്, നാവിഗേഷൻ ബട്ടൺസ് ഉണ്ട്. ബുക്ക് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെബ് ബ്രൗസർ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മാർക്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് യൂസർ ഇന്റർഫേസ്. ക്ലിയർ ആണോ? യൂസർ ഇന്റർഫേസ് ക്ലിയർ ആണോ? Okay, then rendering web pages.
Browsers utilize rendering engines to explain and display web content. അതായത് നമുക്ക് ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ് കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് റെൻഡറിങ് വെബ് പേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് ടാബ്ഡ് ബ്രൗസിംഗ്. ഓക്കെ, എന്താണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് നോക്കാം. Tabbed browsing is an accepted feature in web browsers that permits users to open multiple web pages within a single browser window. Bookmarks and history. Browsers make users able to bookmark their most liked websites for quick access. They also keep a browsing history, permitting users to revisit formerly visited web pages. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം ക്രോമിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു സമയം PSCയുടെ വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. അതേ സമയം തന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വേറൊരു വെബ്സൈറ്റിൽ കയറാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് മനോരമ ഓൺലൈനിന്റെ വെബ്സൈറ്റിൽ എനിക്കൊന്ന് എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ PSCയുടെ വെബ്സൈറ്റ് നോക്കുന്ന ആ സമയം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വെബ്സൈറ്റ് ആയിട്ടുള്ള മനോരമ ഓൺലൈനിന്റെ വെബ്സൈറ്റിൽ കയറാം. അപ്പോ അങ്ങനെ, അതായത് രണ്ട് തരം ഒരേ സമയം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് ഒരേ സമയം തന്നെ ഇതിലൂടെ വെബ് ബ്രൗസറുകളിലൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ടാബ്ഡ് ബ്രൗസിംഗ്. ഓക്കെ, അടുത്തതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. വെബ് ബ്രൗസേഴ്സ് ഗിവ് പ്രയോറിറ്റി ടു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സ് to protect the users' data and provide a secure browsing experience. Okay, അതായത് വെബ് ബ്രൗസറുകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗൂഗിൾ ക്രോം നോക്കിയാല് അവര് സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്ക്, അതായത് ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഡാറ്റാസ്, അവർ കാര്യങ്ങളൊക്കെ തിരയുമ്പോൾ അത് സെക്യൂർ ആവണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വെബ് ബ്രൗസറുകൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം മുതലായിട്ടുള്ള വെബ് ബ്രൗസറുകൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മള് വെബ് ബ്രൗസറുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ https:/. എന്ന് കാണാനായിട്ട് സാധിക്കും. അത് അതിന്റെ സെക്യൂരിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ https എന്ന് കാണിക്കാറുണ്ടോ? ഒന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, കാണിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് കാണിക്കുന്നത് എന്തിനെയാണ്? അത് സെക്യൂരിറ്റി ഉണ്ട് ആ ഒരു വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ആ ഒരു വെബ് ബ്രൗസറിന് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന വെബ്സൈറ്റുകൾക്ക് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു https എന്ന് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഓക്കെ, then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge and Opera. ഇത്രയും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇത് വെബ് ബ്രൗസറുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിനകത്ത് വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വെബ് ബ്രൗസറുകൾ പഠിച്ചിരിക്കാം. ഓക്കെ, then users have the flexibility to select the browser that best suits their preferences, needs and a platform of choices. അതായത് ആളുകൾക്ക് ഇഷ്ടമുള്ള വെബ് ബ്രൗസറുകൾക്ക് അവർക്ക് യൂസ് ചെയ്യാം. അവരുടെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ പ്രിഫറൻസിനനുസരിച്ച്, അവരുടെ ചോയ്സിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെബ് ബ്രൗസറുകൾ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം ആണ്. പക്ഷെ മൊസില്ല ഫയർഫോക്സും ആപ്പിൾ സഫാരിയും മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒക്കെ എന്താണ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരാം, അവരുടെ ചോയ്സിനനുസരിച്ചൊക്കെ വെബ് ബ്രൗസറുകൾ തിരഞ്ഞെടുക്കുന്നതിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ആണ് കേട്ടോ. നിങ്ങളൊന്ന് ആദ്യം ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തോ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഓൺലൈൻ സെക്യൂരിറ്റി ആണ് അടുത്ത പറയാനായിട്ട് പോകുന്നേ. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organization and systems when using the internet. Here are some common online security threats. അതായത് നമ്മളിപ്പോ ഓൺലൈൻ വഴി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ പലവിധ ഗുണങ്ങളും അതിനുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസ് എന്ത് ചെയ്യാണ്, നമ്മൾ ഷെയർ ചെയ്യാണ് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ പലപ്പോഴും ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് മൂന്നാമതൊരാള്, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് സ്റ്റോളൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സൈബർ അറ്റാക്ക് എന്നാ പറയാ. അതായത് നമ്മുടെ സൈബർ സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ നമ്മുടെ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പലവിധ അറ്റാക്കുകളും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് മൂന്നാമതൊരു വ്യക്തി വന്നിട്ട് ആ ഡാറ്റ മോഷ്ടിക്കുകയോ അത് ഡാമേജ് ആക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗിക്കുന്ന ഡാറ്റാസ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഇതിനുള്ള ചില ഓൺലൈൻ ഭീഷണികളും അതായത് സെക്യൂരിറ്റി ത്രെറ്റ്സ് സുരക്ഷാ ഭീഷണികളും ഉണ്ടാവാറുണ്ട്. അത്തരം സുരക്ഷാ ഭീഷണികളെ കുറിച്ചിട്ടാണ്, ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് അതിനകത്ത് മാൾവെയർ എന്ന് പറയുന്നത്. ഓക്കെ, മാൾവെയർ ഷോർട്ട് ഫോർ malicious software consists of viruses, worms, trojans, ransomware and spyware. Malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operation. ഇതെന്താണെന്ന് നോക്കാം. അതായത് മാൾവെയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോർട്ടിൽ നമുക്ക് പറയാം മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ ഡിവൈസസുകളെയോ ഉപദ്രവിക്കുന്നതിനോ അതിനെ ഹാം ആക്കി തീർക്കുന്നതിനോ ഉള്ള ഏതൊരു സോഫ്റ്റ്വെയറിനെയും നമുക്ക് മാൾവെയർ എന്ന് വിശേഷിപ്പിക്കാം. അതായത് കമ്പ്യൂട്ടറുകളാകാം, അല്ലെങ്കിൽ നെറ്റ്വർക്കുകളാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസുകളാകാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ അതിന് ഹാംഫുൾ ആയി തീരുന്നതോ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് മാൾവെയറുകൾ. ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താണ്? ഒന്നില്ലെങ്കിൽ നെറ്റ്വർക്കുകളാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസ് ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം. അപ്പൊ അതിനെ ഡാമേജ് പറ്റുന്ന രീതിയിൽ അതിനെ ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ ഹാംഫുൾ ആക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയാണ് എന്ത് വിളിക്കുന്നേ? മാൾവെയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ മാൾവെയറിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് വൈറസസ് വരുന്നുണ്ട്, വോംസ് വരുന്നുണ്ട്, ട്രോജൻസ് ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, സ്പൈവെയർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? മാൾവെയർസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന്, അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനകത്ത് ആദ്യത്തെ ഒരു മാൾവെയർ എന്ന് പറഞ്ഞാൽ വൈറസസ് ആണ്. ഓക്കെ, വൈറസസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയൽസിനെയോ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെയോ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡാമേജ് വരുത്തുന്നതിനെയാണ് വൈറസസ് എന്ന് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ഫയൽസിനെയോ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാംസിനെയോ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്ന ഒരു തരം മാൾവെയർ ആണ് വൈറസസ്. ഓക്കെ, ദെൻ വോംസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഡാമേജ് വരുത്തുന്നതാണ്. പലതരത്തിലുണ്ട്. വോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഡാമേജ് വരുത്തുന്നു. ഓക്കെ, ദെൻ
ട്രോജൻസ് എന്ന് പറഞ്ഞാല് നമ്മള് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, നിങ്ങൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അറന്ന് കാണിക്കാറുണ്ട് അല്ലെ? സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ഫോണിനെയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെയോ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആക്കുന്ന രീതിയിൽ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള മാൾവെയറിനെയാണ് ട്രോജൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തെ നശിപ്പിക്കുന്ന മാൾവെയർ ആണെന്ത്? ട്രോജൻസ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണിക്കാറുണ്ടോ? എറർ എന്ന് കാണിക്കാറുണ്ടോ? എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ദെൻ റാൻസം വെയർ എന്ന് പറഞ്ഞാല് എന്താണ്? ഫയലുകള്, അതായത് നമ്മൾ വൈറസിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയലും പ്രോഗ്രാംസും ആണെന്ന്. റാൻസം വെയർ എന്ന് പറഞ്ഞാല് ഫയൽസിനെ ഡാമേജ് ആക്കുന്നതാണ് കേട്ടോ. ഫയൽസിനെ ഡാമേജ് ആക്കുന്നതാണ്. ഇനി സ്പൈവെയർ എന്ന് പറയുന്നത് ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നു? ഡാമേജ് ആക്കുന്നു. കമ്പ്യൂട്ടറിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസിനെ ഡാമേജ് ആക്കുന്നതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് മാൾവെയർ എന്ന് പറയുന്നത് ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി ആണ് സിസ്റ്റത്തിലേക്കുള്ള, കേട്ടോ. അത് നമ്മുടെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു? സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അതായത് സ്റ്റീൽ ചെയ്യാം, മോഷ്ടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ഡാമേജ് വരുത്താം. ഓക്കെ, മാൾവെയർ. ക്ലിയർ ആണോ മാൾവെയർ? ഓക്കെ അല്ലേ? അപ്പോ ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. 12 മണി വരെ ഞാൻ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. ഒന്നും കൂടിയോ? ഒന്നുകൂടി പറയാം. കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ ഡിവൈസസുകളെയോ ഉപദ്രവിക്കുന്നതോ അതിന് ഹാമായി തീരുന്ന ഏതൊരു സോഫ്റ്റ്വെയറിനെയും മാൾവെയർ എന്ന് പറയാം. ഓക്കെ, അതിനകത്ത് വൈറസസ് ഉണ്ട്, ഫയൽസിനെയും പ്രോഗ്രാംസിനെയും ഡാമേജ് ചെയ്യുന്നതാണ്. വോംസ് എന്ന് പറഞ്ഞാല് നെറ്റ്വർക്കുകളെ എന്താണ്? അതിന് ഹാർംഫുൾ ആക്കി തീരുന്നു. ട്രോജൻസ് എന്ന് പറഞ്ഞാല് ഇൻസ്റ്റാളേഷന് ശേഷം ഡാമേജ് വരുത്തുന്നു. റാൻസം വെയർ എന്ന് പറഞ്ഞാല് ഫയൽസിനെ ഡാമേജ് ആക്കുന്നു. സ്പൈവെയർ എന്ന് പറഞ്ഞാല് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഡാമേജ് ആക്കുന്നു. ഓക്കെ, പിടികിട്ടിയോ? അപ്പൊ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് കാണാം.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. അടുത്തത് ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempts to deceive users into providing sensitive information like passwords, credit card details, or personal data. Phishing attacks often take the form of deceptive emails, websites, or messages that imitate legitimate entities, tricking users into revealing their information. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വലവീശി പിടിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കേട്ടോ. അവിടെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണെന്ത് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഫേക്ക് ഇമെയിൽ അയക്കുക, ഫേക്ക് വെബ്സൈറ്റിലൂടെ കയറുക, ഫേക്ക് മെസ്സേജസ് അയക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതാണെന്ത് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഇടക്ക് വരാറുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ അതിനകത്ത് റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഫേക്ക് മെസ്സേജസ്, ഫേക്ക് ഇമെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വരാറുണ്ടായിരിക്കും. ഇക്കത്തിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഉണ്ടോ? എങ്ങനെയാണ് മെസ്സേജസ്? ചിലപ്പോ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയും അല്ലെ? അപ്പൊ നമ്മള് ഒരു 100 പേർക്ക് മെസ്സേജ് അയച്ചാല് 10 പേര് എന്ത് ചെയ്യും? അതിന് റിപ്ലൈ അയക്കും. ഈ റിപ്ലൈ അയക്കുന്നവരുടെ വിവരങ്ങളാണ് എന്ത് ചെയ്യുക? ഈ ആളുകൾ ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുക. ഓക്കെ, അതായത് 100 പേർക്ക് അയച്ചു കഴിയുമ്പോൾ 10 പേര് നിന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ വിശ്വസിക്കുന്നവർ തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. അപ്പോ ഒരു സോഴ്സർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് വിചാരിപ്പിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ തട്ടിയെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാം. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. Then അടുത്തതാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. Okay, identity theft happens when someone acquires and uses another person's personal information such as social security numbers, credit card details, or login credentials without their permission. This can end in financial loss, unauthorized entry to accounts, and damage to an individual's reputation. ഒരാൾ വേറെ ആളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് എൻട്രി നടത്തുക. എന്താ ചെയ്യുന്നത് ഇവിടെ? ഒരാൾ എന്ത് ചെയ്യുന്നു? വേറൊരാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് എൻട്രി നടത്തുന്നതാണ് എന്ത്? ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ എന്താണ് തൊയ്യബയുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് തൊയ്യബയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? അൺഓതറൈസ്ഡ് എൻട്രി നടത്തുവാണ്. അതിൽ നിന്ന് തൊയ്യബയ്ക്ക് എന്തുണ്ടാവാം? ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാം. സാമ്പത്തികമായിട്ട് എന്തുണ്ടാവാം? വളരെയധികം നഷ്ടം ഉണ്ടാവാം. കാരണം എന്താണ്? തൊയ്യബയുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു അക്കൗണ്ടിലേക്ക് എൻട്രി നടത്തുന്നത്. സോ ദാറ്റ് ഈസ് ഐഡന്റിറ്റി തെഫ്റ്റ്, ഐഡന്റിറ്റി മോഷണം. ഓക്കെ, ക്ലിയർ ആണോ? ഏതൊരാളും അയാളുടേതല്ലാത്ത, അതായത് മറ്റൊരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ അക്കൗണ്ടിൽ കയറി പറ്റുവാണെങ്കിൽ അതിനെ ഐഡന്റിറ്റി തെഫ്റ്റ് എന്നാണ് പറയുക. ഇതിന് മൂലം നമുക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നു. ഓക്കെ, മൂന്നാമത്തേതാണ് ഡാറ്റ ബ്രെച്ചസ്. Data breaches include unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in systems of networks. Data breaches may end in a lot of financial loss,
റെപ്യൂട്ടേഷണൽ ഡാമേജ് ആൻഡ് കോംപ്രമൈസ്ഡ് പ്രൈവസി. അതായത് ഡാറ്റ ബ്രീച്ച് എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങള് അവരുടെ അനുമതിയില്ലാതെ ആരെങ്കിലും സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡാറ്റ ബ്രീച്ച് എന്നാണ് പറയുക. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പറുകള്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ വിവരങ്ങള് അവരുടെ അനുമതിയില്ലാതെ ആരെങ്കിലും സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡാറ്റ ബ്രീച്ച് എന്ന് പറയും. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഹാക്കിംഗ് അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്നുള്ള രീതിയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതുമൂലം ഫിനാൻഷ്യൽ ലോസ് വരാം, പിന്നെ ആളുകളുടെ റെപ്യൂട്ടേഷന് ഡാമേജ് വരാം. അതായത് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന എഫക്റ്റ് ആകുന്നത് VIPസിനൊക്കെയാണ്. ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഡാറ്റ ബ്രീച്ച് നേരിട്ടൊരു വ്യക്തിയാണ്, കുറെ നാള് മുമ്പാണ്, 2-3 കൊല്ലം മുമ്പാണ്, 2 കൊല്ലം മുമ്പ്, മാർക്ക് സുക്കൻബർഗ്. ആരാണ് മാർക്ക് സുക്കൻബർഗ്? ആരാണ്? ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ് അല്ലെ. അപ്പോ അദ്ദേഹത്തിനെതിരെ വന്നൊരു സൈബർ അറ്റാക്ക് ആണെന്ത് ഈ ഒരു ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്കെതിരെ, അതായത് അയാൾ എന്ന വ്യാജേന മറ്റൊരാൾ എന്ത് ചെയ്തു, പ്രചരണം നടത്തി. ഓക്കെ, അയാളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, അയാളുടെ ഇതൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇയാൾ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്തരത്തില് ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ, അവരുടെ റെപ്യൂട്ടേഷന് ഡാമേജ് ഒക്കെ വരുത്തുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സൈബർ ആക്രമണമാണെന്ത്, അല്ലെങ്കിൽ ഓൺലൈൻ ത്രെട്ട് ആണെന്ത് ഈ ഒരു ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡാറ്റ ബ്രീച്ച് നടത്തുന്ന പോലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസും ഉണ്ടാകാം ആളുകൾക്ക് കേട്ടോ. അതും ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ, മാൻ ഇൻ ദ മിഡിൽ attacks. Okay, man in the middle attacks. Man in the middle attacks include intercepting and changing communication between two parties without their knowledge. Attacks can overhear, modify, or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി 2 പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന സൈബർ ആക്രമണമാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഒന്നും കൂടി പറയാം. തന്ത്രപരമായ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി 2 പാർട്ടീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന സൈബർ ആക്രമണമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അത് 2 ആളുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ ഞാനും തൊയ്യബയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, ഞങ്ങൾ ഫോൺ കോൺവെർസേഷൻ ആകാം, അല്ലെങ്കിൽ മെസ്സേജസ് ആകാം, എന്തോ ആകട്ടെ, നമ്മൾ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്കിടയിൽ നിന്ന് നമ്മൾ അറിയാതെ 3-മതൊരാള് വന്ന് നമ്മുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ത് പറയുന്നേ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാങ്ക് ഫീൽഡിലൊക്കെ, ബാങ്കില് ഒക്കെ മാനേജർ കസ്റ്റമർ ഒക്കെ തമ്മിൽ സംസാരിക്കുമല്ലോ. അപ്പൊ സംസാരിക്കുമ്പോൾ അവരറിയാതെ തന്നെ അവര് പറയുന്ന കാര്യങ്ങള് ചോർത്തിയെടുക്കുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോ ഇവിടെ പറയുമ്പോൾ ഇപ്പോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ മാനേജർ അവർക്ക് ചിലപ്പോ ഫണ്ടൊക്കെ അനുവദിച്ച് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഇവര് ഇതൊന്നും അറിയാതെ 3-മതൊരാൾ ഇതൊക്കെ ചോർത്തിയെടുക്കുന്നുണ്ട്. ചിലപ്പോ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഈ മാനേജർ പറയുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താം. മാനേജർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എമൗണ്ട് പറയാം. എമൗണ്ട് ഒക്കെ പറയുമ്പോൾ ആ എമൗണ്ടിലൊക്കെ മാറ്റം വരുത്തിയിട്ട് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിവരങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതാണ്
മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് കേട്ടോ. അപ്പോ എപ്പോഴും നമ്മൾ ബാങ്കിലെ ആളുകളുമായിട്ട് ഫിനാൻഷ്യലി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഒരിക്കലും ഫോൺ വഴിയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ ഒന്നും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ മറ്റൊരാൾക്ക് ചോർത്തിയെടുക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. The next one password attack ആണ് കേട്ടോ. Password attacks aim to attain unauthorized entry into accounts by cracking or bypassing password security. Common techniques consist of brute force attacks, dictionary attacks, and credential stuffing, where attackers use stolen or leaked passwords from other sources to attain unauthorized access. Okay, എന്താണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് നോക്കാം. പാസ്വേഡ് സെക്യൂരിറ്റി ക്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങളെ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. പാസ്വേഡ് സെക്യൂരിറ്റി ക്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങളെ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നു. ഓക്കെ, നമ്മളിപ്പോ ഒരാളുടെ പാസ്വേഡ് മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുവാണ്, അല്ലെങ്കിൽ അത് ചോർത്തിയെടുക്കാനായിട്ട് നമ്മൾ റെഡി ആവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള അറ്റാക്കുകളെയാണ് എന്ത് പറയുന്നത്? പാസ്വേഡ് അറ്റാക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. പാസ്വേഡ് മോഷ്ടിക്കുന്നതിനെ. അപ്പൊ അതിന് ചില 3 രീതികൾ ഇവിടെ പറയുന്നുണ്ട്. പാസ്വേഡ് മോഷ്ടിക്കുന്ന 3 രീതികള്. അതിനകത്ത് ഒന്നാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് നോക്കാം. ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ചു പരീക്ഷിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ചു പരീക്ഷിക്കുക. നമ്മൾ ഒരാളുടെ പാസ്വേഡ് മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കറിയില്ല അയാളുടെ പാസ്വേഡ് എന്താണെന്ന്. അപ്പൊ നമ്മൾ അയാളുടെ എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. പലതരത്തിൽ നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ആളുകളുടെ പാസ്വേഡ് മോഷ്ടിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ലാസ്റ്റ് അയാളുടെ പാസ്വേഡിലേക്ക് വരിക. അയാളുടെ പല ഡീറ്റെയിൽസ്, അയാളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പറിന്റെ ഒക്കെ ലാസ്റ്റ് 4 നമ്പർ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മോഷ്ടിക്കുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ എല്ലാ കോമ്പിനേഷൻസും വെച്ച് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താണ് ഫൈനലി നമ്മൾ അയാളുടെ പാസ്വേഡിലേക്ക് എത്തുക. ദാറ്റ് ഈസ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്. ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ഡിക്ഷണറി അറ്റാക്സ്. ഡിക്ഷണറി അറ്റാക്സ് എന്ന് നോക്കാം നമുക്ക്. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വേർഡ്സുകളും പാസ്വേഡുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. ശരിയായ പാസ്വേഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള വേർഡ്സുകളും അതുപോലെ തന്നെ പാസ്വേഡുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഒരാളുടെ പാസ്വേഡ് നമ്മൾ മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ആയിട്ടുള്ള അതായത് ചില ആളുകൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? ജനറൽ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇനി മുമ്പ് അവര് പരീക്ഷിച്ചിട്ടുള്ള ചില പാസ്വേഡുകളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ട്രൈ ചെയ്യുന്നതിനെയാണ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവായ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഓക്കെ, അടുത്തത് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ മോഷ്ടിച്ചതോ ചോർന്നതോ ആയ പാസ്വേഡുകൾ എടുക്കുന്നു. അതായത് മുമ്പ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള പാസ്വേഡുകൾ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുള്ള പാസ്വേഡുകളൊക്കെ ഉപയോഗിക്കുന്നു. അതിനെയാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ മുമ്പ് ലീക്ക് ആയിട്ടുള്ള പാസ്വേഡുകളാകാം, അല്ലെങ്കിൽ മുമ്പ് മോഷ്ടിച്ച ഇതേ വ്യക്തി തന്നെ മോഷ്ടിച്ച പാസ്വേഡുകളാകാം. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. 3 കാര്യങ്ങൾ ക്ലിയർ ആയോ പാസ്വേഡ് അറ്റാക്കിന്റെ? ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക? പാസ്വേഡ് അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് ഇൻസൈഡർ ത്രെഡ്സ്. Insider threats
means risk posted by individuals within an organization who have authorized entry into system or sensitive data. These threats can rise from spiteful intent, negligence, or unthinking actions that compromise security. ഇവിടെ പറയുന്നത് ഇൻസൈഡർ ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞുതരാം, ഒരു സ്ഥാപനത്തിനുള്ളില് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലെ, അവിടെ അംഗീകരിക്കപ്പെട്ട ചില വ്യക്തികൾ ജോലി എടുക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാകാം. അവര് സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ഡാറ്റയിലേക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസിലേക്കോ ചില എൻട്രികൾ നടത്തിയേക്കാം. ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ത്രെറ്റിനെയാണ് ഇൻസൈഡർ ത്രെറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്ഥാപനത്തിനുള്ളിലാണ് കേട്ടോ നടക്കുന്നത്, വ്യക്തികൾക്കിടയിലല്ല, സ്ഥാപനത്തിനുള്ളിൽ. നമുക്കറിയാം ചില സ്ഥാപനത്തിനുള്ളില് അവിടെ ജോലി എടുക്കുന്ന ആളുകള് അവിടുത്തെ പരമപ്രധാനമായിട്ടുള്ള ഡാറ്റയിലേക്കോ അല്ലെങ്കിൽ അവരുടെ തന്നെ കമ്പനിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലേക്കോ എൻട്രി നടത്തുകയും അതിനെ ഒരു ചാരപ്പണി നടത്തുക എന്ന് പറയും, മറ്റുള്ളവർക്ക് ലീക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഒരു സ്ഥാപനത്തിനുള്ളിലെ ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഡാറ്റയിലേക്കോ അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസിലേക്കോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്ഥാപനത്തിനുള്ളിലാണ് ഇത് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ 3 തരം കാര്യങ്ങളുണ്ട്. ഇത് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന 3 ഫാക്ടറുകളുണ്ട്. സ്റ്റാഫിന് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചോർത്തി കൊടുക്കണമെങ്കിൽ, അത് ചോർത്തി എടുക്കണമെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നതെന്നാണ് അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, 2 നെഗ്ലിജൻസ് ഓർ അൺതിങ്കിങ് ആക്ഷൻ. 3 കാര്യങ്ങളിലൂടെയാണ് ഇത് നടക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഞാൻ പറയാം സ്പൈറ്റ്ഫുൾ ഇന്റന്റ് ആണ്. അതായത് വെറുപ്പുളവാക്കുന്ന എന്താ പറയാ ഉദ്ദേശം, അതായത് സംഘടനയെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതായത് നമ്മള് ഇപ്പോ വേറൊരു ആളുടെയൊക്കെ ചാരനായിട്ട് നിന്നുകൊണ്ട് ചില കമ്പനികളിൽ നമ്മൾ ജോലി ചെയ്യുക അല്ലെ. കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവരുടെ ഡാറ്റയിൽ കയറണം അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തണമെന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു ഉദ്ദേശം ഇവർക്ക് ഉണ്ടാകും. അപ്പൊ മനഃപൂർവ്വം തന്നെ ആ കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്കാരനായിട്ട് വന്നു നിന്ന് അവിടുത്തെ ഡാറ്റയെ എന്താ പറയുക അൺഓതറൈസ്ഡ് എൻട്രി നടത്തുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത്. മനഃപൂർവമായിട്ട് ഡാറ്റ എന്ത് ചെയ്യുക, സ്റ്റോളൻ ചെയ്യുക അല്ലെങ്കിൽ ചോർത്തുക. ഓക്കെ, ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ്. ഓക്കെ, മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യാനായിട്ട് വന്ന ആളാണ് അയാള്. ഓക്കെ, ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് നെഗ്ലിജൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാല് അശ്രദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഡാറ്റ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഡാറ്റ ലീക്ക് ആവുക. ചില സ്റ്റാഫുകൾ ഉണ്ട്, അവരുടെ അശ്രദ്ധ മൂലം, അവരുടെ ജോലിയിലെ കാര്യക്ഷമത ഇല്ലായ്മ മൂലം ചിലപ്പോൾ ഡാറ്റാസ് ഒക്കെ ലീക്ക് ചെയ്യാറുണ്ട്, പുറത്തോട്ട് ലീക്ക് ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഡാറ്റ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് അയാൾ ശ്രദ്ധിക്കാതെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുകയോ ഡാറ്റ ലീക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നെഗ്ലിജൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് അൺതിങ്കിങ് ആക്ഷൻ. അതായത് പെട്ടെന്ന് ഒരു സ്ഥാപനത്തിലെ ഒരു മാനേജർ അവിടെയുള്ള സ്റ്റാഫിനെ പെട്ടെന്ന് വഴക്ക് പറയുകയോ എന്തെങ്കിലും ഷൗട്ട് ചെയ്യുകയോ ചെയ്യുവാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ചിന്തിക്കാതെ എന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിലെ ഡാറ്റ ചോർത്തുകയാണ് ചെയ്യുന്നത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത്. അപ്പൊ ചിന്തിക്കാതെയുള്ള പ്രവർത്തനത്തിനെയാണ് അൺതിങ്കിങ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 3 രീതിയിലാണ് എന്ത് ചെയ്യുക, ഒരു സ്ഥാപനത്തിനുള്ളില് ഇൻസൈഡർ ത്രെറ്റ് നടക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, then last one, unsecured Wi-Fi networks. Using unsecured or public Wi-Fi networks can reveal users to risk like data interception, unauthorized entry, and man-in-the-middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. To mitigate online security threats,
It is necessary to adopt security best practices like using strong and unique password, frequently updating software and application, enabling two-factor authentication, being cautious of doubtful emails or links, and keeping awareness of current security threats, employing dependable security software, frequently backing up data and keeping information about the latest security practices can also help safeguard against online security threats. അതായത് നമ്മൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള പബ്ലിക് വൈഫൈ ഒക്കെ യൂസ് ചെയ്യും അല്ലെ, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വൈഫൈ ഉണ്ട്, ഇതൊക്കെ അൺസെക്യൂർഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാസ് ഒരാൾക്ക് എന്ത് ചെയ്യാം, പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മള് പാസ്വേഡുകൾ, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻസും ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിലുകൾ, റോങ് ആയിട്ട് വരുന്ന ഇമെയിൽസിലൊക്കെ എന്താണ് ജാഗരൂകരാകുക, അതിനകത്തൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അതുപോലെ നിലവിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ രംഗത്തെ അല്ലെങ്കിൽ സൈബർ രംഗത്തെ അറ്റാക്കുകളെ കുറിച്ച് ബോധവാന്മാരാകുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇത്തരം സുരക്ഷാ ഭീഷണികളെ കുറിച്ച് നമ്മൾ അറിയുന്നതിലൂടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാൾവെയർ തുടങ്ങി 7 ഇൻസൈഡർ ത്രെറ്റ് വരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ വിടരുത് കേട്ടോ, എന്തായാലും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വെബ് ബ്രൗസറിന് എക്സാമ്പിൾ എന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പവർ പോയിന്റ്, എക്സല്, പിന്നെ വേർഡ്, ഇതിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കി വെക്കുക, അതിന്റെ ഫീച്ചർ നോക്കി വെക്കുക. പിന്നെ ഫസ്റ്റ് ആ കമ്പ്യൂട്ടറിന്റെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതൊന്ന് തുടങ്ങി 7 വരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരെ നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. തൊയ്യബ ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണൂ കേട്ടോ, റെക്കോർഡ് ക്ലാസ് കാണൂ. കുറെ ഉണ്ട്, എക്സല് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് എക്സൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി കാണും. എക്സൽ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തരം കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു എക്സലിലാണ്. എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള ചാർട്ടുകൾ, അതുപോലെ ടേബിൾസ്, അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണാം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലേ മനസ്സിലാവുള്ളൂ. കുറെ ഉണ്ട് അത് കേട്ടോ. ഓക്കെ, അപ്പൊ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് തീർന്നു. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്കത് ബുധനാഴ്ച തുടങ്ങി വെക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.